സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാഹനത്തിൽ നിന്നും മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റും രേഖപ്പെടുത്തും. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതിനോടൊപ്പം നഗര ശുചിത്വത്തിനും കളങ്കമുണ്ടാക്കുന്ന ഈ നടപടി ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പൊതുമര്യാദയ്ക്ക് നിരക്കാത്ത നടപടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും മാലിന്യം നിശ്ചിത സ്ഥലത്ത് മാത്രമേ നിക്ഷേപിക്കാവൂ എന്നും പോലീസ് അറിയിച്ചു. യുഎഇയിൽ നിന്നും തായ്ലാൻഡിലേക്ക് ജോലിക്കായി പോയ 2 മലയാളി യുവാക്കളെ കാണാനില്ലെന്ന പരാതി. ഓൺലൈൻ വഴി നടന്ന ഇന്റർവ്യൂയിലൂടെയാണ് ഇവർക്ക് ജോലി ലഭിച്ചത്. മലപ്പുറം സ്വദേശികളായ യുവാക്കളെ പറ്റി ഒരാഴ്ചയായി ഒരു വിവരവുമില്ല. 22-ാം തീയതി രാത്രിയാണ് അവസാനമായി വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. തായ്ലാൻഡ് അതിർത്തിയിലെ പുഴ കടന്ന് മ്യാൻമറിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇരുവരും ഭാര്യമാർക്ക് ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു. പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും നോർക്ക റൂട്ട്സിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അവരെ സഹായിക്കുകയുമാണ് ജോലിയായി പറഞ്ഞിരുന്നത്. ദുബൈയിലെ ഇടനിലക്കാരൻ വഴിയാണ് ഇവർ തായ്ലൻഡിലെ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടതെന്നാണ് സൂചന. എന്നാൽ ഇതിനെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായ വിവരമില്ല. തൊഴിൽ വിസയുമായി 21-നാണ് തായ്ലാൻഡിൽ ഇവർ എത്തിയത്. സുൽത്താൻ ഹൈത്തം സിറ്റിയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് വാർഷികം ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം ആഘോഷിച്ചു. 2023 മെയ് 31-ന് അൽബർക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചത്. തുടർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി. അതിവേഗം മുന്നോട്ടു പോകുന്ന ഹൈത്തം സിറ്റി 2030-ൽ യാഥാർത്ഥ്യമാകുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുൽത്താൻ ഹൈത്തം സിറ്റിയുടെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സ്ട്രാബാക്ക് ഒമാനാണ് പദ്ധതിയിലെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സിറ്റിയിലെ റോഡുകൾ, വാദികൾ എന്നിവയും സിറ്റി സെൻട്രൽ പാർക്കിന്റെ ചുറ്റുഭാഗവും നിലമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ. ബഹുരാഷ്ട്ര പേയ്മെന്റ് കാർഡ് സേവനങ്ങൾ നൽകുന്ന വിസ മിഡിൽ ഈസ്റ്റിൽ ഒരൊറ്റ കാർഡിൽ ഡെബിറ്റ് ക്രെഡിറ്റ് സേവനങ്ങൾ അവതരിപ്പിക്കുന്നു. സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവയ്ക്കായുള്ള വാർഷിക വിസ പേയ്മെന്റ് ഫോറത്തിൽ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പുറത്തിറക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇടപാടുകൾക്ക് കാർഡുകൾ ഉപയോഗിക്കുന്ന രീതി സർവ്വസാധാരണമാണ്. ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇ-കൊമേഴ്സ്, സ്റ്റോർ ഷോപ്പിംഗ് എന്നിവ സജീവമായതോടെ തടസ്സമില്ലാത്ത പണക്കൈമാറ്റം പ്രദാനം ചെയ്യുന്നതിനാണിത്. ഒമാനിൽ താപനില വർദ്ധിക്കുന്നതിനോടൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ഓർമ്മിപ്പിച്ചു. പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടുള്ളത്. ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികൃതർ ഓർമ്മിപ്പിച്ചു. വൈദ്യുതിയും ഗ്യാസും ഓഫ് ചെയ്യുക. എല്ലാ വൈദ്യുതി, ഗ്യാസ് സ്രോതസ്സുകളും ഉടൻ ഓഫ് ചെയ്യുക. തീ കൂടുതൽ പടരാതിരിക്കാൻ കത്തുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അവ നീക്കാനും ശ്രമിക്കുക. വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് മറുഭാഗത്ത് തീയില്ലെന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ നിന്നും എല്ലാ വ്യക്തികളെയും സാധ്യമാകുന്ന വേഗതയിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഒഴിപ്പിക്കണം. പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെയും സഹായിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധയും നൽകണം. ശക്തമായി പുകയിൽ ശ്വാസം മുട്ടുന്നത് തടയാനായി നനഞ്ഞ തൂവാല കൊണ്ട് വായും മൂക്കും മൂടുക. സഹായത്തിനായി ഉടൻ തന്നെ 9999 എന്ന നമ്പറിലോ 24343666 എന്ന നമ്പറുകളിലും ബന്ധപ്പെടുക. എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിക്കുക. പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ തറയിൽ ഇഴഞ്ഞ് അടുത്തുള്ള എമർജൻസി എക്സിറ്റിലേക്ക് പോവുക. സാധ്യമെങ്കിൽ തീജ്വാലകളെ ചെറുക്കാനായി ഫയർ ബ്ലാങ്കറ്റ് പോലെ ലഭ്യമായ ഏതെങ്കിലും അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കാനായി തീയുള്ള സ്ഥലത്തേക്ക് പോവാതിരിക്കുക തുടങ്ങിയവയാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിന്റെ എഞ്ചിന് തീപിടുത്തം. 148 യാത്രക്കാരുമായി യാത്ര തിരിക്കാൻ ഒരുങ്ങിയതായിരുന്നു. ഷിക്കാഗോയിലെ ഹൊയർ രാജ്യാന്തര വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. സിയാറ്റിൽ ടെക്കോമയിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ടാക്സിവേയിൽ നിൽക്കുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്.
ഉടൻ തന്നെ അഗ്നിശമന സേനയും മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തി തീയണച്ചു. 148 യാത്രക്കാരെയും 5 ജീവനക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്നും പുറത്തിറക്കി. യാത്രക്കാർക്കായി മറ്റൊരു വിമാനത്തിൽ യാത്ര പുനർക്രമീകരിക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. ജൂലൈ 2 മുതൽ ആഴ്ചയിൽ 2 വിമാനങ്ങൾ സർവീസ് നടത്തും. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ. ഇന്ത്യയിലെ തങ്ങളുടെ സേവനം വ്യാപിപ്പിക്കുകയാണെന്നും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണ് ഡൽഹിയെന്നും സലാം എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ അഹമ്മദ് ഷിദ്ദാനി അറിയിച്ചു. കേരളത്തിൽ നിലവിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് സലാം എയർ സർവീസ് നടത്തുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ എന്നിവയാണ് സലാം എയർ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ മറ്റ് സെക്ടറുകൾ. ആഗോളതലത്തിൽ സലാം എയർ സർവീസുകൾ വ്യാപിപ്പിച്ചു വരികയാണ്. ഈജിപ്ത് നഗരമായ കെയ്റോയിലേക്ക് ജൂൺ 15 മുതൽ ആഴ്ചയിൽ 3 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് കമ്പനി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ. യാത്രക്കാരിൽ നിന്നുള്ള നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് പുതിയ മസ്കറ്റിനും കെയ്റോയ്ക്കും ഇടയിൽ സർവീസ് ആരംഭിക്കുന്നതെന്നും മികച്ച യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതെന്നും സലാം എയർ സിഇഒ ക്യാപ്റ്റൻ അഹമ്മദ് ഷിദ്ദാനി കൂട്ടിച്ചേർത്തു. അടുത്ത മാസം നടക്കുന്ന 2026 ലോകകപ്പ്, 2027 ഏഷ്യ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി ദേശീയ ക്യാമ്പ് മസ്കറ്റിൽ ആരംഭിച്ചു. പരിശീലകൻ ജെറോസ്ലാവ് സിൽഹാവിയുടെ കീഴിൽ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന ക്യാമ്പിലേക്ക് മുഴുവൻ താരങ്ങളും പങ്കെടുക്കും. താരങ്ങളുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുകയും കഠിന പരിശീലനവുമാണ് നേരത്തെ ക്യാമ്പ് ആരംഭിച്ചതിന് പിന്നിൽ. ഒമാനിൽ ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആരംഭിക്കുന്നു. വരുന്ന മാസങ്ങളിൽ ആപ്പിൾ പേ രാജ്യത്ത് ലഭ്യമാകുമെന്ന് ബാങ്കിംഗ് രംഗത്തുള്ളവർ സൂചന നൽകി. ഫോണിലൂടെയും വെബ്സൈറ്റിലൂടെയും ആപ്പിൾ പേ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ സാധിക്കും. കൊമാക്സ് 2024 പ്രദർശനത്തിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഉദ്യോഗസ്ഥൻ ഒമാനിലെ ഉപഭോക്താക്കൾക്ക് ഫോൺ പേ സംവിധാനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക മാധ്യമത്തിനോട് വ്യക്തമാക്കിയത്. ഐഫോൺ ഉപയോക്താക്കൾക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം ആപ്പിൾ പേ ഉപയോഗിക്കാം. ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാവായ ആപ്പിളും ഇതിനായി സജ്ജമാകുന്ന മുറയ്ക്ക് സംവിധാനം നടപ്പിലാക്കും. പ്രത്യേക നിരക്ക് ഈടാക്കാതെയാണ് ഈ സൗകര്യം ലഭിക്കുക. UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിലവിൽ ആപ്പിൾ പേ സംവിധാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും നൽകുന്ന സിക്ക് ലീവ് സർട്ടിഫിക്കറ്റുകൾക്ക് ആരോഗ്യ മന്ത്രാലയം പോർട്ടൽ വഴിയൊരുക്കിയ സംവിധാനം വിജയകരം. കഴിഞ്ഞ നവംബറിലാണ് ഓൺലൈനായി അവധിക്ക് അപേക്ഷിക്കുന്നതിനും അംഗീകാരം നേടുന്നതിനുമുള്ള സൗകര്യം ആരംഭിച്ചത്. ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊമാക്സ് ഗ്ലോബൽ ടെക്നോളജി പ്രദർശനത്തിൽ ഒമാൻ മെഡിക്കൽ ബോർഡ് എക്സിക്യൂട്ടീവ് നിർവഹിച്ചു. 6 മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായി 3,70,000-ൽ പരം ആളുകൾ ഓൺലൈൻ വഴി അസുഖ അവധി സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയതായും ആരോഗ്യ മന്ത്രാലയം സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ജനറൽ ഡയറക്ടർ അറിയിച്ചു. നാഷണൽ സെന്റർ ഓഫ് മെട്രോളജിയുടെ കണക്കനുസരിച്ച് ഒമാൻ കടലിൽ ബുധനാഴ്ച ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് UAE താമസക്കാർക്കും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 12:12 റാസൽ ഖൈമ തീരത്ത് 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും തുടർന്ന് 1:53 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവുമുണ്ടായി.